ലുലു സാരീസ് ആൻഡ് ലുലു ഗോൾഡ് പട്ടുറുമാൽ ഇന്റർനാഷണൽ അടുത്തതായി എത്തുന്നു. എറണാകുളം ടീം അവരുടെ ലോഞ്ചിങ് സോങ്ങുമായി. എറണാകുളം ടീമിനെ നയിക്കുന്നത് പിന്നണി ഗായകർ കൂടിയായ ശ്രീ OU ബഷീർ ആൻഡ് ലിജി ഫ്രാൻസിസ്. ഏത് സോങ് ആണ് ഈ ലോഞ്ചിങ് സോങ് പാടുന്നത് നിങ്ങൾ? അത് ഒരു TV വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. TV വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അത് ശരി. അത് പല വ്യക്തികളെ ബാധിക്കുന്നത് പല രീതിയിലാണ്. അത്തരത്തിലൊരു വിഷ്വൽ റൗണ്ട് കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമഡി സ്റ്റൈൽ. ഇത് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എഴുതി ഉണ്ടാക്കിയതാണോ? അല്ല, ഞാൻ അതിന്റെ രചയിതാവിനെ അന്വേഷിച്ചിട്ട് എനിക്ക് എന്റെ അറിവിൽ അത് കിട്ടിയില്ല. അപ്പൊ ഈ പാട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഫൈസൽ മാഷ് അതിന് ഒരു ഉത്തരം പറയുമായിരിക്കും അല്ലേ? ഓക്കെ, എനിവേ അത് പ്രതീക്ഷിക്കാം. നന്നായിട്ട് പാടുക. നമുക്ക് അപ്പൊ എറണാകുളം ടീമിനെ വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം എറണാകുളം ടീം. ഓൾ ദി ബെസ്റ്റ് എറണാകുളം. മരുമോളും പിണങ്ങിടുന്നു, അയൽവക്കത്തുള്ളോരെല്ലാം എത്തി നോക്കുന്നു. അരിശത്താൽ അമ്മായിയും വിറകൊള്ളുന്നു, അതുപോലെ മരുമോളും കലി തുള്ളുന്നു. അമ്മായി മരുമോളും പിണങ്ങിടുന്നു, അയൽവക്കത്തുള്ളോരെല്ലാം എത്തി നോക്കുന്നു. അരിശത്താൽ അമ്മായിയും വിറകൊള്ളുന്നു, അതുപോലെ മരുമോളും കലി തുള്ളുന്നു. പോലെ ഇരുന്ന് TV സീരിയൽ കാണുന്നെന്ന്, ചെന്തടി കുന്തം പോലെ ഇരുന്ന് TV സീരിയൽ കാണുന്നെന്ന് ചൊല്ലിക്കൊണ്ടത് അമ്മായി TV ഓഫാക്കുന്നത് കണ്ടുവരുമോ? ചൊല്ലിക്കൊണ്ടത് അമ്മായി TV ഓഫാക്കുന്നത് കണ്ടുവരുമോ? ആകെയും വീറകൊണ്ട് രംഗത്തിറങ്ങി, കോപത്താൽ വീണ്ടും TV കാണാൻ തുടങ്ങി. അന്നേരം അമ്മായിയും പടക്കൊരുങ്ങി, രണ്ടാളും തമ്മിൽ പിടി വലി തുടങ്ങി. കൊണ്ടിരു പേരും അങ്ങനെ ഒന്നും തള്ളും ഉണ്ടത് ചോറ്. പിടിവലി കൊണ്ടിരു പേരും അങ്ങനെ ഒന്നും തള്ളും ഉണ്ടത് ചോറ്. ബഹളം വെക്കണ നേരത്തമ്മായി തന്നുടെ പൊന്നും പൂമകലെത്തി, ബഹളം വെക്കണ നേരത്തമ്മായി തന്നുടെ പൊന്നും പൂമകലെത്തി. എത്തുമ്പോൾ മരുമകൾ ഉടനെ തന്നെ മാരന്റെ മുമ്പിൽ കൊഞ്ചി പറഞ്ഞിടുന്നേ. സീരിയൽ മുഴുവനും കാണാനൊത്തില്ല, സീരിയസ് ആക്കിയിട്ടു നിങ്ങളുടെ പൊന്നുമ്മ. എന്തൊരു തൊന്തരമാണിത് റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞതമാരൻ. എന്തൊരു തൊന്തരമാണിത് റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞതമാരൻ. പുന്നാരക്കരി ബീവിയോട് തിരിശത്തോടെ മെല്ലെ പറഞ്ഞു, പുന്നാരക്കരി ബീവിയോട് തിരിശത്തോടെ മെല്ലെ പറഞ്ഞു. എന്നാലും ഉമ്മാട് നീ പിണങ്ങിയില്ലേ, ഉമ്മാന്റെ കൽവിൽ നോവ് വരുത്തിയില്ലേ. ശ്രീധന തുക കൊണ്ട് വാങ്ങിച്ച TV
അതുപോലും മാറന്നല്ലോ പൊന്നാരമ്മായി ഇടിപെണ്ണേ ആവൽക്കാലം നിനക്കു വേണ്ട വിധന കാര്യം ചൊല്ലി കളിയാക്കണ്ട ഇടിവലി കൊണ്ട് വീടി തകർന്നു പോയി നാളെ ഞാൻ സീരിയൽ കാണുന്നതെങ്കിലേ സുഗന്ധഗാനം വെള്ളിയും ശനിയായ ദിവസങ്ങളിൽ കൈരളി ടിവി വെക്കു പട്ടുറുമാലുണ്ട് ഹംസക്കായും ഫൈസൽ മാഷുണ്ട് കൂടെ ഫിറോസ് മാഷും നല്ലൊരു ചേലാണ് മാപ്പിള പാട്ടിൻ വീശൽ കേട്ടാ മോദിക്കാം അത് കാണാൻ നല്ലൊരു ടിവി ഞാനെത്തിച്ചിടാം മാപ്പിള പാട്ടിൻ വീശൽ കേട്ടാ മോദിക്കാം പട്ടുമാൽ കാണാനാരും മറന്നിടല്ല മാപ്പിള പാട്ടിൻ വീശൽ കേട്ടാ മോദിക്കാം പട്ടുമാൽ കാണാനാരും മറന്നിടല്ല. അടിപൊളിയായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് ആൻഡ് ഇവര് പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിനയിക്കാൻ ഇവര് ഏറ്റവും ബെസ്റ്റ് ആണ് ആൻഡ് ഒബ്വിയസ്ലി ഫാസിലയുടെ ഉപ്പ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു സഹായിക്കാൻ. ഭാര്യയും ഭർത്താവുമായി അഭിനയിച്ചത് മകളും ബാപ്പയുമാണ്. ഏതായാലും ഗംഭീരമായി നന്നായിട്ടിരുന്നു നിങ്ങളുടെ സോങ് ആൻഡ് അവസാനം നല്ലൊരു മെസ്സേജും പാസ് ചെയ്തു. പട്ടുറുമാൽ കാണണം. യെസ്, പട്ടുറുമാൽ മുടങ്ങാതെ കാണണം. താങ്ക് യു വെരി മച്ച്. നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. രഹനത്ത, മെസ്സേജ് നന്നായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു, പാടിയത് നന്നായിട്ടുണ്ടായിരുന്നു. മെസ്സേജ് കൊടുത്തില്ലെങ്കിൽ അവർ കാണും ശനി ഞായറും ഇല്ലേ, കാണില്ലേ? നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നന്നായിരുന്നു. 54. താങ്ക് യു രഹനത്ത, താങ്ക് യു വെരി മച്ച്. ഫൈസൽ മാഷേ? ബഷീർ, അവസാനത്തെ വരികളൊക്കെ വളരെ നന്നായി. ഏതായാലും 35 89 മാർക്സ് ആണ് എറണാകുളത്തിന് കിട്ടിയിരിക്കുന്നത് അവരുടെ ലോഞ്ചിങ് സോങ്ങിന്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് കീപ് ഇറ്റ് അപ്പ്. നെക്സ്റ്റ് റൗണ്ടിൽ ഇതുപോലെ നന്നായി ഗംഭീരമായി പാടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.